ഹായ് ഓൾ, നമ്മുടെ കൂടെയുള്ളത് ശ്രുതിയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 60th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് മോർ ഓവർ ഇപ്പോൾ നമുക്ക് കേരള നീറ്റ് PG റാങ്ക് 3 ആണ് അല്ലേ? ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് എത്ര ആയിരുന്നു? 58. സോ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 2 ഡിജിറ്റ് റാങ്ക് ആൻഡ് കേരള റാങ്ക് 3 എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത ഇന്ന് നാളെ PG റെസിഡൻസി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ജെആർഷിപ്പ്. അപ്പോൾ കാലിക്കറ്റ് പീഡിയാട്രിക്സ് ആണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഫേവറേറ്റ് ബാച്ച് ഫസ്റ്റ് ചോയ്സ് തന്നെ ആയിരുന്നു അല്ലേ? 56ഉം കേരളത്തിലെ റാങ്ക് 3 ആകുമ്പോൾ ഇഷ്ടമുള്ള ബ്രാഞ്ചസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ്. സോ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു കാലിക്കറ്റ് പീഡിയാട്രിക്സ്. അങ്ങനെ കാലിക്കറ്റ് പീഡിയാട്രിക്സ് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മേ ബി നാളെ മറ്റന്നാളെ മുതൽ ചിലപ്പോൾ നമുക്ക് ശ്രുതിയുടെ PG പ്രിപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നൊരു കീപ്പ് ചെയ്യുന്നത്. സോ പറഞ്ഞു കൊടുക്കുള്ളൂ, എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ കാലിക്കറ്റ് പീഡിയാട്രിക്സ് എത്തിയപ്പോൾ സ്വന്തം പഠിച്ച കോളേജിലേക്ക് തന്നെ തിരിച്ചു കയറുന്നത്? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനിങ്ങനെ ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞപ്പോഴേ എനിക്ക് പീഡിയാട്രിക്സ് എനിക്ക് ഇവിടെ കോഴിക്കോട് തന്നെ പഠിക്കണം എന്നൊരു ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒത്തിരി സന്തോഷം. കാലിക്കറ്റില് 60th ബാച്ച് ആയിരുന്നു അല്ലേ? 60th ബാച്ച്. അപ്പോൾ ഇതിപ്പോ നിങ്ങളുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. സെക്കൻഡ് അറ്റംപ്റ്റിലാണ് 3rd റാങ്ക് എത്തിയിരിക്കുന്നത്. ഹൗസ് സർജൻസിയുടെ സമയത്ത് PG പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഫൈനൽ ഇയറോ ഹൗസ് സർജൻസി സമയത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിരുന്നോ? പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ഭാട്ടിയൻ്റെ തന്നെ ആപ്പൊക്കെ ഞാൻ എടുത്തു, ഇതൊക്കെ എടുത്തു. എന്നിട്ട് കുറച്ചൊക്കെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അതിൽ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറേ, പിന്നെ കുറച്ചൊക്കെ ആ രീതിയിൽ അങ്ങനെ അത് കുറച്ച് സ്ലോ ആയി പോയി അങ്ങനത്തെ കാര്യത്തിൽ. അതുകൊണ്ട് അത്ര കാര്യമായിട്ട് ഞാൻ ഇനി വരുന്ന 23-ലെ നീറ്റിന് കയറണം എന്നൊരു ഉദ്ദേശിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായില്ല. പിന്നെ അതിന് ശേഷമാണ് ശരിക്കുമായിട്ട് ഇരുന്നത്. ഫസ്റ്റ് ഇയറിലെ വർക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ചെയ്തിരുന്നത്? ആദ്യത്തെ ഇതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് എനിക്ക് സമയം കിട്ടുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, നോട്ട്സ് എഴുതുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ലൈവായിട്ട് തന്നെയാണ്. ബാക്കി ഞാനിങ്ങനെ ഈ ഗുരുകുല ആപ്പ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ വരുമായിരുന്നല്ലോ, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് അങ്ങനെ കാണുമായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അത് കൂടുതലായിട്ടിരുന്നൊരു റിവിഷനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഈ 23-ലെ ഇത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഈ ഭാട്ടിയൻ്റെ എല്ലാ വീഡിയോസും കണ്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം 2023 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തില്ല? അതിങ്ങനെ മൾട്ടിപ്പിൾ മാറ്റി വെക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് സർജൻസി ഇറങ്ങുന്നത് ലേറ്റ് ആയതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിരുന്നു അന്ന് ഫുൾ ഫോക്കസിൽ പ്രിപ്പറേഷൻ ഇരിക്കേണ്ട എന്നുള്ളത്? അത് ഇതുപോലെ തന്നെ ഒന്ന് നമുക്ക് കോവിഡ് ബാച്ച് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹൗസ് സർജൻസി കുറച്ച് ഡിലേ ആയിട്ടാണ് കഴിഞ്ഞത്. പിന്നെ കാര്യം പിന്നെ വീട്ടിലൊക്കെ ഓരോ തിരക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്തിരുന്നില്ല. പിന്നെ എന്ന് മുതലാണ് നല്ലൊരു വെളിപാട് വന്നത്, ഇന്ന് മുതൽ ഞാൻ ഇരിക്കണം എന്നുള്ള? അന്ന് എൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ ഇത്രയും സമയമല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എനിക്ക് ഇത്രയും നല്ലൊരു റാങ്ക് മേടിക്കണം, അപ്പൊ ഇത്രയും സമയം കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സമയം എടുത്ത് തന്നെ എഴുതാം, അത് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിനുള്ള ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നു. അത് നമുക്ക് ആ ഒരു റിയലൈസേഷൻ കിട്ടിയില്ല, ഇത്രയും മതി നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ എന്നുള്ള ഒരു ഇത് കിട്ടിയില്ലായിരുന്നു. ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് ശരിക്കും ഇതേപോലത്തെ റാങ്കിലേക്ക് എത്താൻ എത്ര കാലം പഠിക്കണം? എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു 5-6 months നന്നായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള രീതിയിൽ പറ്റും. അന്ന് പിന്നെ ഓഗസ്റ്റ് നവംബറിൽ എന്നാണ് ഹൗസ് സർജൻസി കഴിഞ്ഞത്? സെപ്റ്റംബറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സഫിഷ്യന്റ് ടൈം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അന്ന് റിലാക്സ് ആയി നോക്കിയത്. ഈ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് തന്നെ ഫുൾ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ 62nd ബാച്ച് 2018 ബാച്ച് ഉണ്ട്, അവർക്ക് ജൂൺ 15th എക്സാം വരുന്നത്. ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ അനിയത്തിയോ ഒക്കെ 60th ബാച്ചിലുണ്ടെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ ഇത്തവണ തന്നെ കയറാൻ ശ്രമിക്കുക തന്നെയാണ്. അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24-ലെ നീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് അത് പ്രീപോൺ ചെയ്യുന്നു, പോസ്റ്റ്പോൺ ചെയ്യുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു അന്ന് നോക്കിയിരുന്നെങ്കിൽ ഒക്കെ എന്നോട് വിചാരിച്ചു. കാരണം ഇനിയുള്ള ചില കാര്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ആവശ്യത്തിന് സമയമുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും നേരത്തെ തന്നെ കയറാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇങ്ങനെ നല്ല റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ MBBS ടൈമിൽ എത്ര അക്കാഡമിക് എക്സലൻസ് വേണം? എത്ര ടോപ്പർ ആയിരുന്നു? ബാച്ചിലൊക്കെ എത്ര സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു?
അതൊരു വലിയൊരു ബേസ് ആയിട്ട് വരുന്നില്ല ശരിക്കും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതേ അതൊരു വലിയ കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്കിപ്പം പ്രൊഫഷണൽ എക്സാമിനകത്തൊക്കെ എത്ര ഇതുവരെ കിട്ടി, എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നുള്ളത് ഒരിക്കലും ഇതിന്റെ ഒരു അടിസ്ഥാനമാവുന്നില്ല. കുഴപ്പമില്ല, ഡിസ്റ്റിങ്ഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഇയർ ഓഫ് എക്സാം പ്രൊഫ് എക്സാമിലൊക്കെ ബാച്ചിലർ ടോപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ടോപ്പർ ഇല്ല, ടോപ്പർ ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. ഈ തിയറി എക്സാം നമ്മുടെ ഇപ്പോഴത്തെ നീറ്റ് എക്സാമും തമ്മിൽ എന്താണ് അതിന്റെ ഒരു കമ്പാരിസൺസ് പറയുകയാണെങ്കിൽ? ഇല്ല, തിയറിയും അതുപോലെ നീറ്റ് എക്സാമും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ടോപ്പിക്കുകളും ഒക്കെ അത് നമുക്ക് ആ ക്ലാസ്സസിൽ നിന്ന് കിട്ടുന്നതാണ്. അവർക്ക് കൃത്യമായിട്ട് ഏത് ടോപ്പിക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെയാണ് നമ്മൾ. അപ്പം നമ്മൾ തിയറി എക്സാമിന് നോക്കിയിട്ട് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് കുറേ വരുമെന്ന് വിചാരിച്ചിരുന്നാൽ ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും കുറച്ച് പ്രാക്ടീസ് ഡിപ്പെൻഡന്റ് ആണ്. ഈവൻ നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ തിയറി നമുക്ക് എന്തായാലും അറിയണം, തിയറി എഴുതുന്ന രൂപത്തിൽ അറിയണം. ഓവർ ദാറ്റ് നമ്മളൊരു പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പം ഈ ലാസ്റ്റ് 6 months ജേണി, അതായത് നമ്മുടെ എക്സാം നടന്നിരുന്നത് August 11 ആണ്. കഴിഞ്ഞ ജനുവരി മുതൽ ഇപ്പം ഞാൻ 2024 നിൽക്കുന്നത്. 2024 ജാനുവരി ടു ഓഗസ്റ്റ് ഒരു നെറ്റ്ഷെല്ലിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ആരെങ്കിലും ഇതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഞാൻ ശരിക്കും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. കാരണം പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ നോട്ട്സൊക്കെ ഉണ്ട്. അതൊക്കെ മാക്സിമം ഞാൻ എത്രയും റിവിഷൻ നടത്താമോ അങ്ങനെയുള്ള രീതിയിലാണ് നോക്കിയത്. അതും വേറൊന്നുമില്ല, നമ്മുടെ ഈ നോട്ട്സ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും നമുക്കത് കൂടുതൽ മനസ്സിലേക്ക് അതങ്ങനെ പതിയാണ് ചെയ്യുന്നത്. അപ്പം അതിപ്പോൾ കുറേ വട്ടം വായിച്ചു. ഓരോ എക്സാം വരുമ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു INICET എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ എങ്കിലും ഞാനൊരു 3 റിവിഷനെങ്കിലും എനിക്ക് മസ്റ്റായിട്ടും കഴിഞ്ഞിരിക്കണം. അങ്ങനെ രീതിയിൽ ചെയ്യുന്നു. അടുത്ത എക്സാമിനടുത്ത് അങ്ങനെ ഇത്ര റിവിഷൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള രീതിയിൽ ഞാൻ അനാട്ടമി നോട്ട് എത്ര തവണ വായിച്ചിട്ടുണ്ടാവും? അനാട്ടമി നോട്ട് ഞാൻ മൊത്തം റിവിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 8-9 തവണയെങ്കിലും ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് റിവിഷൻസ് വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? എക്സാമോ അല്ലെങ്കിൽ GTO കഴിഞ്ഞ് എന്നിട്ട് ഒരു ക്വിക്ക് ആയിട്ടുള്ള 5 minutes മറിച്ച് നോക്കൽ വേറെ ഉണ്ടാവും. അതുണ്ടാകും. ഇത് ഫുള്ള് ഇങ്ങനെ വായിക്കുന്ന പിക്ചറും സാറിന്റെ സാറ് തന്നെ ഉള്ള വൈബിലൊക്കെ ഉണ്ടാകുന്ന പിക്ചേഴ്സ് എല്ലാം നോക്കിയിട്ടൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്, ടൈമിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. ഈ തുടങ്ങുന്ന സമയത്ത് ജാനുവരി ഓൺവേർഡ്, ജാനുവരി ആണ് അതിന് മുന്നേ തന്നെ തുടങ്ങിയോ? കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സമയം എടുത്ത് കുറച്ചുകൂടെ റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെയായിരുന്നു ചെയ്ത്. പക്ഷെ ആ ജാനുവരി ഡിസംബർ ഒക്കെ ആ ടൈം മുതലേ തന്നെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ ഇരുന്നു. ഓക്കെ. 3 സെറ്റ് ഓഫ് തിങ്സ്. ഒന്ന് GTന്റെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് അവേഴ്സ്. ഇത് ജാനുവരി മുതൽ എങ്ങനെ പ്രോഗ്രസ് ചെയ്തു വന്നു എന്ന് പറയാൻ പറ്റും? അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ എഴുതുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഗ്രാൻഡ് ടെസ്റ്റിനകത്ത് ഇപ്പോൾ ആ ഒരു സമയത്തിൽ ഏതെങ്കിലും സബ്ജക്റ്റ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്ത് നമുക്ക് ആ ഒരു വിഷയത്തിൻ്റെ നന്നായിട്ട് എഴുതാൻ ഉണ്ടാവില്ല. അങ്ങനെ രീതിയിൽ ചെയ്തു. പക്ഷേ എക്സാമിനോട് അടുത്തപ്പോൾ വീക്കിലി വൺസ് തന്നെ ചെയ്തു. ഗ്രാൻഡ് ടെസ്റ്റുകളൊക്കെ എല്ലാം ചെയ്തു. പിന്നെ നമ്പർ ഓഫ് അവേഴ്സ് സ്റ്റഡിയിങ്ങും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അത് തുടക്കത്തിലൊക്കെ എന്തായാലും ഒരു 12 hours ഒക്കെ മിനിമം ഇരുന്നിട്ടുണ്ട്. പിന്നെ എക്സാമിനോട് അടുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ മാക്സിമം റിവിഷൻ തീർക്കാൻ വേണ്ടി ഒരു 18 hours വരെയൊക്കെ ഇരുന്നു. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നത് ഞാനും കേട്ടുമ്പോൾ സർപ്രൈസ്. നമ്മുടെ പിള്ളേരൊക്കെ 14-15 hours ഒക്കെ പഠിക്കാറുണ്ട്. പക്ഷെ ചില ടൈമിൽ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് 18 hours വരെ പോണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഫുഡ് കഴിക്കുന്നു, പിന്നെ പഠിക്കാനിരിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വായിക്കുന്നതിലും കുറച്ച് സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ചൊരു റിലാക്സ്ഡ് ആണ് എങ്കിലും നമുക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റും ടൈം. അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന് തുടക്കത്തിലൊക്കെ ഒരു 100 ക്വസ്റ്റ്യനിൽ താഴെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുമ്പോൾ കൂടുതൽ ഒരു 200-300 പ്രിപ്പറേഷൻ. ഇനി 6 മാസം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 100 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ പെർ ഡേ ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും ദാറ്റ് ഇസ് നോട്ട് ഫോൾ, ബട്ട് അത് സഫീഷ്യന്റ് അല്ല എന്ന് മനസ്സിലാക്കണം. പ്രോഗ്രസ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റിലേക്കൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വരെ പെർ ഡേ ഒക്കെ ചെയ്യേണ്ടായിരുന്നു? അത് കുറച്ചുകൂടെ വന്നപ്പോഴത്തേന് നമ്മൾ 400 ഒക്കെ, കാരണം പെട്ടെന്ന് നോട്ട് വായിച്ചു വരുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ.
ഓക്കെ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ നോട്ട് മാത്രം നോക്കാറുണ്ട്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വരുന്ന ക്വസ്റ്റ്യനകത്തൊക്കെ ടോപ്പിക്കൊക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷെ അതല്ലാണ്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ ഒരു ടോപ്പിക്കിനെ പറ്റി പല രീതിയിൽ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ അതും കൂടെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് പ്രീവിയസ് ഇയർ മാത്രം വെച്ചിട്ട് അതേപോലെ തന്നെ വരുന്നു എന്ന് നമുക്ക് എപ്പോഴും ഉറപ്പില്ല. പ്രീവിയസ് ഇയർ ഒരു ബെയർ മിനിമം ആണ് ഒരാൾ ചെയ്യേണ്ടത്. പക്ഷെ അതിന് നോട്ട് ചെയ്യണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ആളുകളൊക്കെ നമ്മൾ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂലൊക്കെ പ്രീവിയസ് ഇയർ നന്നായി ചെയ്തായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതൊരു ബെയർ മിനിമം എക്സസൈസ് ആണ്. ഓവർ ദാറ്റ് മസ്റ്റ് ആയിട്ടുണ്ട്. ഒരു എക്സലന്റ് റാങ്ക് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ PYQല് സ്റ്റെക്കായി നിൽക്കുക എന്നുള്ള കാര്യം ഉണ്ടാകാൻ പാടില്ല അല്ലേ? ഒരു എക്സലന്റ് ആയിട്ട്, അല്ലെങ്കിൽ PYQന്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിൽ നിന്നൊക്കെ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു സബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ 400-500 ക്വസ്റ്റ്യൻസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. സോ PYQ എന്നുള്ളത് നിങ്ങൾ ടോപ്പ് റാങ്കാണ് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഒരു PYQ എന്നുള്ളത് സ്റ്റെക്കായി പോകാനുള്ള ഒരു റീസണായി മാറുന്നത്. അത് മാത്രം നോക്കി എന്നുള്ളത് കൊണ്ടുപോകാൻ പാടില്ല. അതെ അതെ, അതല്ലെങ്കിൽ ആ പാറ്റേൺ മാത്രം. പക്ഷെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ പല പാറ്റേണിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന മാതിരി തോന്നുന്നുണ്ട് ഈ കഴിഞ്ഞ നീറ്റിൽ എനിക്ക് കുറവായിട്ട് തന്നെ തോന്നി. എന്ന് വെച്ചാൽ ടോപ്പിക് സെയിം തന്നെയാണ്, പക്ഷെ എക്സാക്ട് അതുപോലെയല്ല ചോദിക്കുന്നത്. പഠിച്ചിട്ട് പോവാന്നുള്ളത് എന്തായാലും ഒരു മെത്തേഡ്. അത് ഇത്തവണത്തെ ശരിക്കും അത് എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം അത് പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് തന്നെ ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ആ ടോപ്പിക് ഉണ്ട്, ആ ടോപ്പിക്കിനെ പല രീതിയിൽ ചോദിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം നോട്ട്സ് മാത്രം തന്നെ നോക്കിയിരുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും നോട്ട്സിൽ ഇല്ലാത്ത പോയിന്റുകളൊക്കെ കാണും. അപ്പൊ അതെങ്ങനെ ഡീൽ ചെയ്തിരുന്നത്? അത് കൂടുതൽ ഞാനത് ഒത്തിരി അങ്ങനെ വേറെ സോഴ്സിലേക്കോ അങ്ങനെ പോയി പഠിക്കാൻ നിന്നിട്ടില്ല. ഇല്ല, അങ്ങനെയല്ല. ഭാട്ടിയന്റെ നോട്ട്സ് മാത്രം, അതാണ് നമുക്ക് മതി. കൂടുതൽ നോക്കിപ്പോയി നമുക്ക് സമയം കിട്ടില്ല. അതാണ് നമ്മൾ തിയറിയും ഈ നീറ്റ് എക്സാമും എഴുതുന്നത് തമ്മിലുള്ള വ്യത്യാസം തന്നെ. അത് നമുക്ക് കുറേ എഴുതി പിടിപ്പിക്കാൻ, കുറേ എഴുതാനും അറിയാനും വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വേണം. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഈ നോട്ട്സ് വെച്ചിട്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. 3rd റാങ്ക് കേരളത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 50th റാങ്ക് കണ്ടപ്പോൾ എന്ത് തോന്നി? ഒത്തിരി സന്തോഷം. എന്താണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്? എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നല്ല റാങ്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ നമുക്ക് ഇത്ര ഒരു റാങ്ക് കിട്ടിയത് ശരിക്കും ഭയങ്കര ഇതായിരുന്നു. കാരണം ഒരു 100ൽ താഴെ തന്നെ കിട്ടിയാന്നുള്ളത് അത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടണമെന്ന്. അതിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിയാട്രിക്സ് ആണെങ്കിൽ നമുക്ക് അത്രയും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും എനിക്ക് അതൊരു ആഗ്രഹമായിരുന്നു വേണം എന്നുള്ളത്. എക്സാം എഴുതാൻ തൊട്ട് മുന്നേ എന്തായിരുന്നു ഫീലിംഗ്? എക്സാം എഴുതാൻ പോകുന്നതിന്റെ ഡേ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ? അത് പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ പറയും, എനിക്ക് പറ്റുന്നത്രയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരിക്കും കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തത്. അതായത് എക്സാമിന് പോയിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ഗിൽറ്റിയോ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി വരുന്ന ക്വസ്റ്റ്യൻ അവിടെ വെച്ച് കാണാം. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ, ആ പാതി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ദൈവം തന്നോളും എന്നുള്ളൊരു ഇത് തന്നെ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷനോ ഓവർ വെപ്രാളോ ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ഉണ്ടാവും. എങ്കിലും ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, എനിക്ക് പറ്റുന്നത്ര ഞാൻ ശ്രമിച്ചല്ലോ എന്നുള്ളൊരു ബാക്കി റിസൾട്ട് വരുമ്പോൾ നോക്കാം, അത് നമുക്കുണ്ട് ശരിക്കും. എക്സാം വന്ന് കുറച്ചുകൂടി ടഫറായി തോന്നിയപ്പോൾ എന്താ തോന്നിയിരുന്നത്? ടഫായിട്ട് തോന്നി. പിന്നെ ആകെ എനിക്കൊരു ഇത് കിട്ടി. എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കുറച്ച് ടഫാണ്. അപ്പം നമ്മൾ ഓൾറെഡി അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പറ്റി, അതിനെ ഒരു ശരിക്കും പ്രിപ്പയർഡ് ആവാൻ പറ്റി. പക്ഷെ അങ്ങനെ എഴുതി പിന്നെ കുറെ നമ്മൾ ആ പഠിച്ചത് ശരിക്കും നന്നായി പഠിച്ചതിന്റെ ശരിക്കും ആ ഒരു ഇത് ഉണ്ട്. നല്ല നിങ്ങളിപ്പോൾ 3rd റാങ്കിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറയാം? ഞാൻ പറയുന്നത് ആലോചിക്കുകയാണെങ്കിൽ ഹാർഡ് വർക്ക് തന്നെയാണ് മെയിൻ. നന്നായിട്ട് വർക്ക് ചെയ്തു. അത് എക്സാമിന് മുന്നിലുള്ള സമയത്ത് സ്പെസിഫിക്കലി നല്ല ടൈം
സ്റ്റഡീസിന് വേണ്ടി നന്നായിട്ട് ഇത് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ പഠിച്ചിട്ടുണ്ട് ശരിക്കും. പഠിക്കുക അങ്ങനെ ചില ദിവസങ്ങൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല. ഉണ്ടാകും. ഡൗൺ ആകുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ പഠിത്തമൊക്കെ കുറച്ച് കുളമായിരിക്കും. പക്ഷെ പിന്നെ നമ്മളങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ നല്ല സപ്പോർട്ട് തരും. അവര് നല്ല സപ്പോർട്ടിംഗ് ആണ് അല്ലേ? രണ്ടുപേരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് സ്റ്റഡിങ് സ്റ്റുഡന്റിനെ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം വീട്ടിലുണ്ടായിരുന്നു. ഭയങ്കര ടെസ്റ്റ് ആയിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു 4-5 ദിവസം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫീലിംഗ്, എന്താ പറയാ, വെർത്ത്ലെസ്നെസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരാറുണ്ട് അല്ലേ? ചിലപ്പോ നമുക്ക് ഇപ്പൊ ഗ്രാൻഡ് ടെസ്റ്റിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനൊക്കെ താഴെയാണ് റാങ്ക് വരുന്നെങ്കിൽ പിന്നെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഫീലിലേക്ക് പോകും. പക്ഷേ അത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വേണം. അത് ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് പറ്റൂല, ഇനി സമയം ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയില് അങ്ങനെ പോകുന്നു. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എടുക്കണം. എക്സ്റ്റേണൽ മോട്ടിവേഷൻ മാത്രം നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്താൽ പോരാ. അച്ഛനമ്മയും പറയുകയാണെങ്കിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? കുറേ സപ്പോർട്ട്. എനിക്ക് ഞാൻ വീട്ടിലിരുന്നാണ് പഠിച്ചത്. അപ്പം എനിക്ക് ആദ്യമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇനി വീട്ടിലിരുന്നാൽ ഞാൻ പഠിക്കുമോന്നൊക്കെയുള്ള. പക്ഷെ ഞാൻ വേറെ ഒന്നും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. വീട്ടിലൊന്നും പഠിക്കുക അങ്ങനെ തന്നെ, വേറെ ഒരു കാര്യത്തിനോ അങ്ങനെ ഒന്നും. മമ്മി കോഫിന്നോ മമ്മി ഹോർലിക്സ് എന്ന് പറയുമ്പോൾ അപ്പം കൊണ്ടുവന്ന് വരുമോ? അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടു. ആൻഡ് ഓൾസോ അച്ഛൻ പറയുമ്പോൾ ക്ലാസിക്കൽ ഡാൻസിനും ബാക്കി കാര്യത്തിനൊക്കെ നല്ല ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ആ പാട്ടൊന്നും പറയൂ, എന്താ? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതാണ്. അത് നാട്ടിൽ തന്നെയുള്ള സാറ് രവികുമാർ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ ഈ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ പഠിക്കാൻ പോയി. എനിക്കത് ഇഷ്ടമാണ്. അത് അത്രയും പഠിക്കുന്നോണ്ട് കഴിഞ്ഞിട്ട് 2-4 ക്ലാസ് സാറിന്റെ അടുത്ത് പഠിക്കാനൊക്കെ പോയി. കോളേജിലൊക്കെ ഇന്റർമീഡിയറ്റ് ഒക്കെ ഫസ്റ്റ് ഞാന് കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം ഉണ്ട്. പിന്നെ കോളേജിൽ നിന്ന് തന്നെയാണെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ്, മാർഗംകളി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എല്ലാ കൈൻഡ് ഓഫ് ഡാൻസിലും ഇതുണ്ട്. അതില് അങ്ങനെ സിനിമാറ്റിക് എനിക്ക് അത്രയും വരില്ല. ഞാൻ ആ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് അത് ഞാൻ ചെയ്യുമ്പോ അങ്ങനെ അത്ര ശരിയാവില്ല. ഇല്ല, പാടില്ല. വേറെന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വരയ്ക്കും കുറച്ചൊക്കെ. പക്ഷെ ഞാൻ ഡാൻസ് ആണ് ഞാൻ മെയിൻ. അതൊരു ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നു, അവര് പഠിക്കുമ്പോൾ ഏറ്റവും ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആകുമ്പോൾ കുറച്ച് നേരം ഡാൻസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡാൻസ് ഒരു റിലാക്സേഷൻ ആയിട്ടോ അല്ലെങ്കിൽ പഠനത്തിൽ എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആയി കിട്ടിയിട്ടുണ്ടോ? അത് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു മൾട്ടി ടാസ്കിങ് തന്നെയാണ്. ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട ഒരു ഇതാണ്. നമ്മൾക്ക് ഒരു ചിട്ട എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് വേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ ഒക്കെ കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നലുണ്ട്. അങ്ങനെ അതൊരു ശരിക്കും കൈ മൂവ് ചെയ്യുന്നത്, പിന്നെ മ്യൂസിക് സെൻസ് ചെയ്യുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സിങ്ക് വേണമെന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് തിങ് ട്രെയിൻ ചെയ്തുകൊണ്ട് എന്തായാലും അത് പഠനത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ? അതെനിക്ക് ആ ഒരു കോൺസെൻട്രേഷനും നമ്മൾ അത് ശരിക്കും ഉണ്ട്. അതിനൊരു അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ശരിക്കും. പിന്നെ ഇപ്പോൾ ഈ ഒരു ജാനുവരി മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് 11 വരെ ഇതിനിടെ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് പറയാം. അതായത് അയ്യോ അതൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു, അതൊക്കെ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മീൻസ് ആദ്യം നമ്മൾ ചെയ്തിരുന്നു പിന്നെ അത് ഒഴിവാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? അങ്ങനെ ചെയ്യാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഞാൻ ആദ്യം ഈ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ ചെയ്തു വരുമായിരുന്നു. പിന്നെ എന്നിട്ട് ഞാനത് ഫുൾ അങ്ങനെ ഒഴിവാക്കുകയൊക്കെ ചെയ്തേ. പക്ഷെ അത് എനിക്ക് തോന്നുന്ന നമ്മൾ ഗ്രാൻഡ് ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സാംസ് ഒക്കെ കുറച്ച് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുന്നതും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അതല്ലാണ്ട് പിന്നെ
കൂടുതൽ ഇങ്ങനെ തന്നെ ഒരു സെയിം ഇതിൽ പോവായിരുന്നു. പിന്നെ ആരാണ് ഗൈഡ് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മുടെ ബാച്ച്മേറ്റ്സോ സീനിയേഴ്സോ ആരെങ്കിലും കണക്റ്റഡ് ആയിരുന്നു? ഞാൻ ഒത്തിരി അങ്ങനെ ഇതില്ല. പിന്നെ ഈ ഭാട്ടിയൻ്റെ ക്ലാസ് സാറിൻ്റെ സൂം മീറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴും അത് കാണലുണ്ട്. അപ്പം നമുക്ക് ഈ ഏറ്റവും അത് ശരിക്കും ഏറ്റവും ഇതായി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം ഈ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫ്രസ്ട്രേഷൻ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് നമുക്കതൊരു ശരിക്കും ഒരു എവിടെ നിൽക്കുന്നു, എങ്ങനെയാ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ലൈവ് ക്ലാസ്സിന് എങ്ങനെയാ തോന്നിയിരുന്നത്? പല കുട്ടികളൊക്കെ നമ്മുടെ ഇന്റർവ്യൂ ചിലത് ഫേസ് ടു ഫേസ് ക്ലാസ് യൂസ്ഫുൾ ആയി, ചിലത് വീട്ടിൽ നിന്ന് തന്നെ ഇത് പഠിക്കുന്ന ലൈവ് ക്ലാസ് യൂസ് ആയി തോന്നി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? കാരണം രണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താണ്? എനിക്ക് ഫേസ് ടു ഫേസ് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല, അതെനിക്ക് അറിയില്ല. പക്ഷെ ലൈവ് ക്ലാസ് നല്ലത് തന്നെ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതില്ല. കാരണം ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ സാറ് എല്ലാവരും തന്നെ അത് ക്ലിയർ ആക്കി തരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എന്ത് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നതിനായിട്ട് നല്ലത് നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, അത് ഉപയോഗിച്ച് നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്യുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യം തന്നെയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം അതിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചിലപ്പം ടൈറ്റായി പോകുന്നു, അല്ലെങ്കിൽ ഷെഡ്യൂൾ കുറച്ചുകൂടി റിലാക്സ് ആയി പോകുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യായിരുന്നു? അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഒരു ടാർഗറ്റ് പോലെ വെക്കും, ഇങ്ങനെ ഇത്ര 3 വീക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീർക്കുക, ഇത്ര ഇങ്ങനെ ഇന്ന ദിവസത്ത് പഠിക്കുക എന്നൊക്കെ. അപ്പം അത് വെക്കും, ഉണ്ടാക്കുമ്പോൾ ടൈറ്റ് ഷെഡ്യൂൾ തന്നെ ഉണ്ടാക്കുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് ഇതായി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ഡിലേ ആവുന്ന പോലെ ഞാൻ അങ്ങനെ കുറച്ച് ഡിലേ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വെക്കും. പക്ഷെ നമുക്കത് ഫുള്ള് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് അതെ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് അറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് ഒരേപോലെ ഇരിക്കണം എന്നില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റുകയുണ്ടാവില്ല ചിലപ്പോൾ ഒക്കെ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ കംപ്ലീറ്റ് ആക്കുന്നതും ഒക്കെ മാറും. പക്ഷെ എങ്കിലും മാക്സിമം അങ്ങനെ ആക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതിൽ കുറെ കവർ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്തു? നെഗറ്റീവ് തോട്ട്സ് അങ്ങനെയൊക്കെ വരലുണ്ട് ശരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ നമുക്ക് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ സമാധാനം ആവുള്ളൂ എന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ അമ്മയോടും അച്ഛനോടൊക്കെ പറയും, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവരൊരു സപ്പോർട്ട് തരുന്നു. അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള വലിയൊരു കൺഫ്യൂഷനാണ്, നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ദിവസം എടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റിൽ മാത്രം കൊണ്ടുപോകണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് മിക്സ് ചെയ്ത് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ റിവിഷനിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റ് മിക്സിങ് കീപ്പ് ചെയ്യാറ്? എനിക്കിഷ്ടം ഇങ്ങനെ ഒരുമിച്ച് പഠിക്കാൻ എന്നുള്ള ഒരു സബ്ജക്റ്റ് തീർത്ത് പഠിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ചില ദിവസം നമ്മൾ മടുക്കുകയാണെങ്കിൽ കുറച്ചൊരു സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ്, അത് കുറച്ച് പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരിപ്പോൾ മെഡിസിനൊക്കെ പഠിക്കണമെങ്കിൽ ഒന്ന് ഫുള്ള് നന്നായിട്ട് റിവിഷൻ പഠിക്കണമെങ്കിൽ നമുക്കൊരു 3 ദിവസം വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഉച്ചവരെ പഠിച്ച് അത് കഴിഞ്ഞ് ഡെർമറ്റ് എടുക്കും, അല്ലെങ്കിൽ സൈക്കാട്രി ഒക്കെ അങ്ങനെ ആഡ് ചെയ്യലുണ്ട്. അങ്ങനെ അങ്ങനെ പോയിക്കോളും. പിന്നെ ആ ഒരു മടുപ്പുണ്ടാവില്ല, ഒരു സബ്ജക്റ്റിന് ഭയങ്കരമായിട്ട് ഇരിക്കുന്നതിന്റെ മടുപ്പുണ്ടാവില്ല. ഓക്കെ. ടുവേർഡ്സ് എൻഡിലേക്കൊക്കെ ഒരു ദിവസം എങ്ങനെയാണ്? ഇപ്പം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് എക്സാമിൻ്റെ ഒരു 1 month 2 weeks ബിഫോർ ഒക്കെ എത്രത്തോളം റിവിഷൻ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു? ഞാൻ കുറേ സമയം ഇരുന്നിട്ടുണ്ട്. മാക്സിമം റിവിഷൻ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഇരുന്നു. അതിന്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നോട്ട്സ് മാത്രമേ വായിക്കുള്ളൂ. ഇല്ല, അങ്ങനെ പോയി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ നോട്ട്സ് മാത്രം. ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ പുറത്ത് നമ്മൾ നോട്ടിൽ നോക്കുമ്പോൾ അത് കാണൂല. അപ്പൊ ഇതെങ്ങനെയാ ഡീൽ ചെയ്യാറുള്ളത്? അതെനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയില്ല, പക്ഷെ എനിക്ക് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്കൊരു തോന്നിയ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അത് എന്താണെന്ന് മാത്രം, ഒരു കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് അങ്ങനെ എഴുതി വെക്കും. സെപ്പറേറ്റ് ഒരു അതായത് ഒരു കുറച്ച് ബുക്കുകളോ, പക്ഷെ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരു പേപ്പറൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ.
പക്ഷെ അതൊന്ന് നോക്കാനായിട്ട്. അപ്പം ഞാൻ റിവിഷൻ നടത്തുമ്പോൾ ഇതും കൂടെ റിവൈസ് ചെയ്ത് പോകും. പക്ഷെ അതൊരു ചിലപ്പോൾ ഒരു കുറച്ച് എക്സ്ട്രാ ടോപ്പിക് പോലെ തോന്നുമെങ്കിൽ അപ്പം അതുകൊണ്ട് ഇപ്പം അതൊരു കമ്പൽസറി അല്ല, അത് ഫുൾ നോക്കുക എന്നുള്ളതൊരു കമ്പൽസറി ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല. സമയം ഉണ്ടെങ്കിൽ ഇത് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. പറഞ്ഞിരുന്ന എക്സാക്ട്ലി നോക്കുന്ന വെച്ചാൽ നമ്മുടെ നോട്ട് എഴുതി പോകുന്ന സമയത്ത്, നമ്മുടെ നോട്ടും ക്വസ്റ്റ്യൻ ബാങ്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില പോയിന്റുകളൊക്കെ നോട്ടില്ലാത്ത വഴി തോന്നും. അപ്പോൾ നോട്ടിൽ എഴുതി നോട്ട് നടക്കേണ്ട ആവശ്യമില്ല, നോട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ചെറിയൊരു ബുക്ക് ഉപയോഗിച്ചിട്ട് അതിൽ എക്സ്ട്രാ പോയിന്റുകൾ നോട്ട് ചെയ്തതായിരുന്നു. നമ്മൾ റിവൈസ് ചെയ്ത് മെയിൻ നോട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ നോട്ട് കൂടി എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗുഡ് മെത്തേഡാണ്. നിങ്ങൾ കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് ടോപ്പ് റാങ്കിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി വെക്കുക. അതന്നെ നമുക്ക് ഈ മെയിൻ നോട്ട് കഴിഞ്ഞതിന് ശേഷം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കുറെ അതായത് നമുക്കിപ്പോ ഒരു പേപ്പർ തന്നെ പഠിച്ച് മറിക്കാൻ കുറെ സമയം എടുക്കുന്ന പോലെ ആകുമ്പോ തന്നെ നമ്മൾ മനസ്സ് മടുത്തു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അങ്ങനെ ഇതുപോലൊരു ഷോർട്ട് നോട്ട് എഴുതി പറ്റിയാൽ അത് റിവൈസ് ചെയ്യാന്നുള്ളതും, എന്നാൽ അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതി വെക്കലുള്ളൂ. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഈ ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫുള്ളി റിവൈസ്ഡ് ആവാത്തതുകൊണ്ട് ഇതൊക്കെ ഔട്ട് ഓഫ് നമ്മുടെ നോട്ടാണ് തോന്നാറൊക്കെ ഉണ്ട് അല്ലേ? അത് ശരിക്കും തോന്നലുണ്ട്. അത് ചില സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പകുതി വെച്ച് പഠിക്കുമ്പോൾ തന്നെ മടുക്കും. പിന്നെ എന്നിട്ട് പിന്നെ റിവിഷൻ ആക്കാമെന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ചേരുമ്പോഴാണ് ഇപ്പം ഒരു ടോപ്പിക്കിൽ തന്നെ അതായത് ഒരു സബ്ജക്റ്റിൽ തന്നെ പല ടോപ്പിക്ക് ലിങ്ക്ഡ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും, ചില സിസ്റ്റം ലിങ്ക്ഡ് ആയിട്ട്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാത്തയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഫുൾ പാടായിട്ട് നമുക്ക് തോന്നും, ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും അത് നോട്ടിലുള്ള സാധനം തന്നെയാണ്, കിട്ടും. എക്സാക്ട്ലി അതാണ് ഒരു പോയിന്റ് നോക്കേണ്ടത്. സാധാരണ പിള്ളേർ പറയുന്ന മെയിൻ പ്രശ്നങ്ങളാണ്. അതായത് നല്ല റാങ്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന ആളുകൾ തന്നെ നമ്മൾ നോട്ട് വായിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് അതിൽ വരാത്തത് തോന്നും. ഒന്നെങ്കിൽ ചിലപ്പോൾ അത് വേറെ സബ്ജക്റ്റിൽ വരുന്നതായിരിക്കും, ചിലപ്പോൾ ആ സബ്ജക്റ്റിൽ തന്നെ ചിലപ്പോൾ 2 times റിവൈസ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ആ പോയിന്റ് 2 ഏരിയയിൽ നിന്ന് സിങ്ക് ആയി വരിക അല്ലേ? അപ്പോൾ നമുക്കിപ്പം ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചപ്പോൾ അത് ഒരു ഡെർമറ്റിൻ്റെ പറയുകയാണെങ്കിൽ ഒരു ബുള്ളസ് ലീഷൻ ലൈലേജ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ടുവേർഡ്സ് എൻഡിലേക്ക് വേറെ ഏതോ ഒരു ഇൻഫെക്ഷൻ പറഞ്ഞത് വെച്ച് അത് റൂൾ ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കുക. കാരണം അത് ഒരുപാട് പേര് പറയുന്ന കൺഫ്യൂഷനാണ്. കാരണം ഇത്ര പഠിച്ചിട്ട് അത് കിട്ടും ഉറപ്പില്ലാതെ കൺഫ്യൂഷനായി നിൽക്കും. ഇപ്പം നമ്മുടെ താഴെ പിള്ളേരെ കണ്ടപ്പം തന്നെ ചോദിച്ചിട്ടില്ലായിരുന്നു, കുറച്ചുകൂടി വേറെ തിങ്സ് ഒക്കെ കാണേണ്ടി വരുമോ, അല്ലെങ്കിൽ അത് തന്നെ ആണോ, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് പോകണോ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ഇടയ്ക്ക്? അങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള മനസ്സിലായത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് അതേപടി ചോദിക്കുക എന്നുള്ളത് കുറച്ച് ഇപ്പം റെയറായി തുടങ്ങി എക്സാം. അപ്പം 1-2 ടോപ്പിക്ക് ലിങ്ക്ഡ് ആയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്, മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ 2 കാര്യം അറിയെങ്കിൽ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ശ്രുതി ആയത് ഇന്റർവ്യൂവിൽ എനിക്കൊരു കൺക്ലൂഷൻ ആയിട്ട് കിട്ടാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക്. നമ്പർ ഓഫ് അവേഴ്സ് 12+ എന്നുള്ളത് 14 ആയി 15 ആയി, ചില സമയത്തൊക്കെ 18 hours വരെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കേട്ടതൊക്കെ 16 hours ഇരിക്കേണ്ടി വരുന്നതെന്നൊക്കെ നമ്മൾ ടോപ്പോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ജെന്യൂൻ ആയിട്ട് തന്നെ 18 hours ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്യുവർ ഹാർഡ് വർക്ക്. ലെക്കോ അല്ലെങ്കിൽ നമ്മളെ തേടി എത്തുന്ന കാര്യങ്ങളൊന്നുമല്ല, കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഹാർഡ് വർക്കാണ്. പിന്നെ നോട്ട് മാത്രം തന്നെ നമ്മൾ കീപ്പ് ചെയ്യാൻ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും വരും. ഇപ്പം ഞാൻ നേരത്തെ ചോദിക്കാൻ മിസ് ചെയ്ത ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വന്നു. അതായത് നിങ്ങൾ നോട്ടിൻ്റെ എത്ര % കോൺഫിഡൻ്റ് ആണ്? അതായത് നോട്ട് മാത്രം തന്നെ നമ്മൾ പഠിച്ചത്, അത് ഫുള്ളായിട്ട് എത്ര % റിട്ടൈൻ ചെയ്തിട്ടാണ് എക്സാമിന് പോയത്? ഒരു 90% ഒക്കെ അത്രയും റിവിഷൻ നടത്തിയോണ്ട് ഒരു 90%. എക്സാക്ട്ലി അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നോട്ടിന് തന്നെ ഫുള്ള് ആയിട്ട് കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളത് മനസ്സിലായി. നമ്മുടെ നോട്ടിലെ ചില പോയിന്റ്സ് ഒക്കെ എക്സാമിൽ തെറ്റിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ്. ഈവൻ റാങ്ക് 3 ആണ്, 58th റാങ്ക് ആണ് ഓൾ ഇന്ത്യ എങ്കിലും നമ്മുടെ നോട്ടിലുള്ള പോയിന്റ് ശ്രുതി തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പോയിന്റിലേക്ക് പിന്നെയും പോവാണ്ടേ നോട്ടിൽ നമുക്ക് എന്തൊക്കെ തെറ്റിക്കാണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺസെൻട്രേഷൻ കൊടുക്കുക. അത് നമുക്ക് സന്തോഷം തരും, കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഹാർഡ് വർക്ക് പറഞ്ഞു, മറ്റേ മാക്സിമം നോട്ട്സ് മാത്രം തന്നെ കീപ്പ് ചെയ്ത് പറഞ്ഞു. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, GT ചെയ്യുക എന്നുള്ള തുടക്കം മുതൽ എന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട റാങ്ക് ഒന്നും കിട്ടൂലായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ടെസ്റ്റ് ആകുന്നില്ലായിരുന്നു. എന്നിട്ട് അങ്ങനെ തന്നെയാണ് പ്രോഗ്രസ് ചെയ്യുക. സോ ആ 3 മെസ്സേജ് എനിക്ക് തരാനുള്ളത്. ശ്രുതിക്ക് എന്താ പറയാനുള്ളത് ഫൈനലി? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ജൂനിയേഴ്സ് ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? എല്ലാവരും നമുക്ക് പറ്റുന്ന മാക്സിമം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം പറ്റുന്നത്രയും ചെയ്യുക, അതാണ് നമ്മുടെ ഡ്രീം റെസ്ട്രിക്റ്റ് ചെയ്യരുത്, മാക്സിമം റാങ്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ. അതെ എനിക്ക് ഇത്രയൊക്കെ മതിയിലോ അതിനനുസരിച്ച് ചെയ്താൽ മതിയിലോ എന്ന് ഒരിക്കലും
വിചാരിക്കരുതെന്നാണ് എനിക്ക് ഈവൻ തോ നിങ്ങൾ എന്ത് സ്പെഷ്യാലിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ റാങ്ക് ടോപ്പിൽ വാങ്ങിക്കുക എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കയറി പോവുക. ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എസ്പെഷ്യലി ഓൾ ദ വെരി ബെസ്റ്റ് ശ്രുതി. കാരണം നാളെ മുതൽ പീഡിയാട്രിഷ്യൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു.